ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ നല്ലൊരു മീൻകറിയാണ് തയ്യാറാക്കുന്നത്. ഇത് നല്ല ഊളാവ് വെച്ചിട്ടുള്ള നല്ലൊരു മീൻകറിയാണ്. കറി വെക്കാനാണ് ഇത് ഏറ്റവും ബെസ്റ്റ്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. നമ്മൾ ആദ്യമേ തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വന്നോട്ടെ. അതിനുശേഷം നമ്മൾ മുളക് പൊടിയും മല്ലിപ്പൊടിയും മൂപ്പിച്ചെടുക്കാൻ പോവുകയാണ്. ആദ്യമേ തന്നെ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 2.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടുത്തായിട്ട് മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവ് കുറഞ്ഞ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അടുത്തായിട്ട് മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. മീൻ കറിക്കായതുകൊണ്ട് തന്നെ ചെറുതായിട്ട് പച്ചമണം ഒന്ന് മാറി കിട്ടിയാൽ മതി. ഒരുപാട് കളർ പോകുവോളം നമ്മൾ മൂപ്പിക്കണമെന്നില്ല. പാകത്തിന് തന്നെ നമ്മളൊന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കല്ലുപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. കല്ലുപ്പും കൂടി ചേർത്ത് ചെറുതായിട്ട് ഒന്നുകൂടി ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള അത്രയും വെള്ളം ചേർത്ത് കൊടുക്കാം. എന്തോരം ഗ്രേവിയാണോ നമുക്ക് വേണ്ടത് അതിനനുസരിച്ച് വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് ചാറാക്കുന്നുണ്ട്. ആവശ്യമുള്ള അത്രയും വെള്ളം കുറച്ച് കുറച്ചായിട്ടൊന്ന് ചേർത്ത് കൊടുത്ത് പാകത്തിനുള്ള ചാറാക്കി എടുക്കാം. പാകത്തിന് ചാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുടംപുളി ചേർത്ത് കൊടുക്കാം. ഒരു 4-5 കുടംപുളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം. ഒരു 10-15 ഉള്ളി ചെറുതാക്കി മുറിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ട് കറി ഒന്ന് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. നമ്മുടെ മീൻ ചാറ് നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി അരച്ച് വെച്ചിരിക്കുന്നത് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഒരു 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി അരച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടുത്തായിട്ട് നമ്മൾ ഉലുവ പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു നുള്ള് ഉലുവ പൊടിച്ചത് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് തിളപ്പിക്കാം. ചാറ് ഒന്നുകൂടി നന്നായിട്ടൊന്ന് തിളച്ച് വന്നതിന് ശേഷം മീൻ കഷ്ണമെല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കാം. കഷ്ണങ്ങളെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചട്ടി നന്നായിട്ടൊന്ന് കുലുക്കി കൊടുത്തു കഴിഞ്ഞാൽ കഷ്ണങ്ങളെല്ലാം ചാറിനകത്ത് നല്ലപോലെ മുങ്ങിക്കിടന്നോളും. ഇത് പാകത്തിനായിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലപോലെ മീൻ വേവുവോളം തിളപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 5 പച്ചമുളക് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് മൂടി വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്താൽ മതി. ഇത് നന്നായിട്ട് നമ്മുടെ കറി തിളച്ച് വന്നിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ ചാറ് പറ്റുവോളം നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം. മീൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് എണ്ണ കൂടി തെളിഞ്ഞ് വന്നു കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്യാം. ഇത് നമ്മുടെ കറി പാകത്തിനായിട്ടുണ്ട്. നന്നായിട്ട് എണ്ണ തെളിഞ്ഞ് ചെറുതായിട്ട് ചാർന്ന് കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവായതിനു ശേഷം നമ്മളിനി തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ഗ്ലാസോളം തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടി ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പാൽ ഫുള്ളായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിന് നന്നായിട്ടൊന്ന് തിളച്ച് വന്നാൽ മതി. തിളച്ച് വന്നാൽ തന്നെ നമ്മുടെ മീൻകറി അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മുടെ മീൻകറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിനി വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. തീ ഓഫ് ചെയ്ത് ഈ തിളയെല്ലാം നിന്നതിന് ശേഷമാണ് ഇനി വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നത്. എന്നാൽ മാത്രമേ വെളിച്ചെണ്ണ ടേസ്റ്റ് കുറച്ചുകൂടി എടുത്ത് നിൽക്കത്തുള്ളൂ. ഇത് നമ്മൾ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണ ഏറ്റവും ലാസ്റ്റായിട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. ഒരു തവി വെളിച്ചെണ്ണ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും കൂടി ചേർത്ത് നമ്മുടെ മീൻ കറി ഇങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇനി ചൂടോടെ കഴിച്ചാൽ മാത്രം മതി. നല്ല ടേസ്റ്റുള്ള മീൻ കറിയാണ്. കറി വെക്കാൻ നല്ല ടേസ്റ്റുള്ള മീനാണ് ഊള എന്ന് പറയുന്നത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു.
വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.